ജിൻ, കേന്ദ്ര നടപടി നമുക്കറിയാം. 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന IFFKയിൽ അസാധാരണമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. നോക്കൂ, അതിനെതിരെ കേന്ദ്രത്തിന്റെ നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിൽ തിരിച്ച് മറുപടി കൊടുത്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ. എങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക വിജിൻ? നേരത്തെ തന്നെ കേന്ദ്ര തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാടുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്തെത്തിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ LDF യോഗവും നടക്കുന്നുണ്ടായിരുന്നു. ആ LDF യോഗത്തിൽ പ്രമേയമായി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടി തെറ്റാണ്, അതിലെ പ്രതിഷേധം അറിയിക്കുന്നു എന്ന് LDF തന്നെ ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ സാംസ്കാരിക മന്ത്രി തന്നെ IFFKയ്ക്കും ഒപ്പം തന്നെ ഈ ചലച്ചിത്ര അക്കാദമിക്കും ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം നൽകിയത്. 19 സിനിമകളും പ്രദർശിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഈ 19 സിനിമകളും എന്തായാലും ഷെഡ്യൂൾ ചെയ്ത തരത്തിൽ തന്നെ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനമാണ് നിലവിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്തായാലും കേന്ദ്രത്തിന്റെ ഇത്തരം സെൻസറിംഗ് രീതിക്കെതിരായ ശക്തമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ പശ്ചിമ ബംഗാളും സമാനമായ രീതിയിൽ കേന്ദ്രം സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയ ഘട്ടത്തിൽ അത് മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടെ നടന്ന ഫിലിം ഫെസ്റ്റിവലിലും ഇതുപോലെ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം അതിന് സമാനമായ രീതിയിലാണ് നിലവിൽ ഇപ്പോൾ സർക്കാരും സംസ്ഥാന സർക്കാരും ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ സാംസ്കാരികമായ പൈതൃകം അത് അടിയറവ് വെച്ചുകൊണ്ട് ഒരു കാരണവശാലും കേന്ദ്രത്തിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് സജി ചെറിയാൻ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഏകദേശം 12,000-ഓളം ഡെലിഗേറ്റുകളും 200-ഓളം സിനിമാ പ്രവർത്തകരും ഒക്കെ അടങ്ങുന്നതാണ് IFFKയുടെ ഡെലിഗേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒക്കെ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ആ സിനിമകൾ കാണാനായി എത്തുന്ന ഒരു തീരുമാനം എടുത്താണ് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇവരെ ആരെയും മറികടന്ന് അവരുടെ ആഗ്രഹങ്ങളെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന രീതിയിൽ ഈ സിനിമകൾ പ്രദർശിപ്പിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്തായാലും സ്വീകരിച്ചിരിക്കുന്നത്. പാലസ്തീൻ പ്രമേയം ഉള്ള സിനിമകൾ ഒപ്പം തന്നെ ബീഫ് എന്ന പേരിൽ ബീഫ് പശ്ചാത്തലമോ ബീഫ് എന്ന ഉള്ളടക്കമോ പോലും ഇല്ലാതെ ആ പേര് മാത്രം വെച്ചാണ് സിനിമകൾ പ്രദർശിപ്പിക്കരുത് എന്നുള്ള ഒരു നിബന്ധന എന്നുള്ള നിർദ്ദേശം സെൻസർ ബോർഡ് നൽകിയത്. അതിന് സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നില്ല സെൻസർ ബോർഡ്. അങ്ങനെയുള്ള തീരുമാനം മറികടന്നാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ എന്തായാലും IFFKയിൽ ഈ 19 സിനിമകളും പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എന്തായാലും എത്തിയിരിക്കുന്നത്. പേരിന്റെയോ ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പശ്ചാത്തലത്തിന്റെയോ അടിസ്ഥാനത്തിൽ സിനിമ പ്രദർശിപ്പിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ള ശക്തമായ നിലപാട് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പും തീരുമാനിച്ചിരിക്കുന്നു. സാംസ്കാരിക വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രക്കുറിപ്പിൽ പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് കേരളത്തിന്റെ പുരോഗമനപരമായ കലാ സാംസ്കാരിക പാരമ്പര്യത്തിന് നേരെയുള്ള ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതികരിച്ചിരിക്കുന്നത്. കേന്ദ്ര അനുമതി നിഷേധിച്ച 19 ചിത്രങ്ങളും പ്രദർശിപ്പിക്കുമെന്നുള്ള ഒരു നിർണായകമായ വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നും സനുസിയും ഒപ്പം തന്നെ വിജിനും റിപ്പോർട്ട് ചെയ്യുന്നത്. നോക്കൂ, 19 ചിത്രങ്ങളും ലോകമെമ്പാടും വലിയ തരത്തിൽ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളെയാണ് സംസ്ഥാനത്ത് IFFKയിൽ പ്രദർശിപ്പിക്കേണ്ട എന്നുള്ള ഒരു നിലപാട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ അതിനെ മറികടക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ഒപ്പം തന്നെ വിജിൻ, ഈ ഷെഡ്യൂൾ ചെയ്ത ആ 19 സിനിമകളും കൃത്യസമയത്തും തന്നെ നടത്താനല്ലേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായും അജി, അതായത് ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ 19 സിനിമകളും എത്ര സ്ക്രീനിംഗ് വീതമാണോ അത് തീരുമാനിച്ചിട്ടുള്ളത് അതേ സ്ക്രീനിങ്ങുകൾ തന്നെ നടത്തും എന്നുള്ള കാര്യമാണ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ 19 സിനിമകളുടെയും പ്രദർശിപ്പിക്കരുത് എന്നുള്ള കേന്ദ്രത്തിന്റെ വിലക്ക് മറികടന്ന് ആ സിനിമകൾ പൂർണ്ണമായും പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആണ് സംസ്ഥാന സർക്കാർ നിലവിൽ എന്തായാലും എത്തിയിട്ടുള്ളത്. ആ നിർദ്ദേശമാണ് നിലവിൽ സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി അത് ചലച്ചിത്ര അക്കാദമിക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. IFFKയുടെ നിലവിലുള്ള ഭാരവാഹികൾക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വലിയ വിമർശനം ഈ 19 സിനിമകളും പ്രദർശിപ്പിക്കരുത് എന്ന കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ വലിയ വിമർശനമാണ് സാംസ്കാരിക മേഖലകളിൽ നിന്നും ഒപ്പം തന്നെ സിനിമാ മേഖലകളിൽ നിന്നും ഒക്കെ ഉയർന്നിരുന്നത്. കേന്ദ്രം ഇങ്ങനെ ഒരു പാലസ്തീൻ പ്രമേയം വരുന്നത് കൊണ്ട് മാത്രം സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നത് അത് കലകളെ പൂർണ്ണമായും തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്, തങ്ങളുടെ വരുതിയിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ലോകമെമ്പാടും പല സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുകയും വലിയ തരത്തിലുള്ള പിന്തുണ നേടുകയും ചെയ്ത സിനിമകളാണ് ഈ 19 സിനിമകളും. ആ 19 സിനിമകളെയും ആണ് നിലവിൽ പ്രദർശിപ്പിക്കരുത് എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയത്. അതിനുശേഷം 4 സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. പിന്നീട് 15 സിനിമകൾക്ക് ഈ അനുമതിക്കായി
ചലച്ചിത്ര ക്രാന്തി ശ്രമം നടത്തുന്നതിന് ഇടയിലാണ് അത് ഈ വൈകിയ വേളയിൽ അത്തരം ഒരു ശ്രമം വിജയിച്ചില്ലെങ്കിലും ആ സിനിമകൾ പ്രദർശിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എന്തായാലും നിലവിൽ എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 19 സിനിമകളും നിലവിൽ ഏത് തരത്തിലാണോ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്, 2 3 സ്ക്രീനിംഗ് ഉള്ള സിനിമകളുണ്ട്, ഒപ്പം തന്നെ അതിൽ കൂടുതലുള്ളതുകൊണ്ട് അതിൽ കുറവുള്ളതുമുണ്ട്. അങ്ങനെ ഏത് സ്ക്രീനിംഗ് ആണോ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ആ തരത്തിൽ ഷെഡ്യൂൾഡ് ആയ പ്രകാരം നിലവിൽ സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എന്തായാലും സാംസ്കാരിക വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ നിർദ്ദേശം സജി ചെറിയാൻ ചലച്ചിത്ര അക്കാദമിക്ക് നൽകുകയും ചെയ്തു. സജി.